നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിന്നെയാണോ ഇന്നത്തെ കാലത്ത് രണ്ട് മക്കളെ വളർത്താൻ പ്രയാസം? എന്റെ മോളെ സുശീലേച്ചി സമ്മതിച്ച പിന്നെ നിനക്കെന്താ? ഇത് നിന്റെ അമ്മയുടെ ഭാഗ്യമാണെന്ന് കരുതിയെങ്കിലും നീ വാ മോളെ. ശരി, ഞാനൊന്ന് സത്യേട്ടനെ വിളിച്ചു നോക്കട്ടെ. അതെന്തിനാ പ്രതിഭേ? ഞാൻ സമ്മതിച്ച പിന്നെ സത്യന്റെ സമ്മതം കൂടെ വേണം? അതല്ലമ്മേ, പോകുന്ന കാര്യം സത്യേട്ടനെ ഒന്ന് അറിയിക്കണ്ടേ? അതൊക്കെ അവൻ വരുമ്പോ ഞാൻ പറഞ്ഞോളാം. അല്ല, അവന്റെ സ്വഭാവത്തിന് നീ ചോദിച്ചാൽ ചിലപ്പോ അവൻ വേണ്ടാന്ന് പറയും. അപ്പൊ പിന്നെ നീ അവൻ പറയുന്നത് അനുസരിക്കോ ഞാൻ പറയുന്നത് അനുസരിക്കോ? ഈ കുടുംബത്തില് സുശീല പറയുന്നതിനപ്പുറം വേറെ വാക്കുണ്ടോ മോളെ? നീ വേഗം റെഡിയായിട്ട് ഞങ്ങളോടൊപ്പം വാ. ബാക്കിയൊക്കെ സുശീല നോക്കിക്കോളും. ശരി, ഞാൻ പോയി റെഡിയായിട്ട് വരാം. പെട്ടെന്നാവട്ടെ. സോന തിരിച്ചു വരുന്നതിന് മുമ്പേ പോയാ അത്രയും നല്ലത്. അല്ല, സത്യം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലല്ലോ സുശീലേച്ചി? പ്രതിഭ അവന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ പോയതിന് അവൻ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ? നിങ്ങളിരിക്കെ, അവൾ ഒരുക്കുമ്പോഴേക്കും ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇന്ദുനെ കൊണ്ടുവന്നില്ലേ സാവിത്രി? അതെങ്ങനെയാ ഉമ്മേ? ഇന്ദുവിനെ അങ്ങോട്ട് കൊണ്ടുവന്നത് രാഹുലല്ലേ? അവൻ തന്നെയല്ലേ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണ്ടേ? അതെ, അവൻ തിരിച്ചു വരാൻ 2 ദിവസം കൂടി കഴിയും. ഇന്ദുവിന് സ്വന്തം വീട്ടിൽ നിൽക്കാനാവും ഇഷ്ടം അല്ലേ? ഹേയ്, അങ്ങനൊന്നും അല്ല ഉമ്മേ. ഞങ്ങൾ ഇതുവഴി പോയപ്പോ ഇതിലൊന്ന് കയറിയെന്നേ ഉള്ളൂ. ഇങ്ങോട്ട് തന്നെ ഇറങ്ങിയതാണെങ്കിലല്ലേ ഇന്ദുവിനെ കൊണ്ടുവരാൻ പറ്റൂ. സ്ത്രീകൾക്ക് പൊതുവെ സംസാരിച്ചു തുടങ്ങാൻ മുഖവരയുടെ ആവശ്യമൊന്നുമില്ല. സംസാരിക്കാൻ മാത്രമല്ല, വഴക്കിടാനും അത് വേണ്ട. എന്നാലും 2 ദിവസത്തെ മെഡിക്കൽ ക്യാമ്പെന്ന് പറഞ്ഞ് പോയതല്ലേ രാഹുല്? ഇപ്പൊ എത്ര ദിവസമായി? അവരുടെ യാത്ര പലപ്പോഴും ഇങ്ങനെയൊക്കെയാ. പോകുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും വല്ല പകർച്ചവ്യാധിയുടെയോ അണുബാധയുടെയൊക്കെ ലക്ഷണങ്ങൾ അവർ കണ്ടെത്തും. പിന്നെ അതിന്റെ ഉറവിടം തേടലും അതിനെതിരെയുള്ള വാക്സിൻ നൽകലും ഒക്കെയാ അവരുടെ ജോലി. ഇപ്പൊ പോയ വയനാട്ടിലെ ഏതോ ആദിവാസി ഊരിലും കോളറയുടെ ലക്ഷണങ്ങൾ കണ്ടുവന്നാ വിളിച്ചപ്പോൾ പറഞ്ഞത്. വേറൊരു സംഘത്തെ അങ്ങോട്ട് അയക്കുന്നതിനേക്കാളും നല്ലത് നിലവിൽ അവിടെ ഉള്ളവർ തന്നെ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഓർഡർ. ഓ, അങ്ങനെയൊക്കെയാണല്ലോ കാര്യങ്ങൾ. ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ലല്ലോ. മാത്രല്ല, ഇന്ദുവിനെ പോലും ഇതൊന്നും അറിയിക്കാറില്ലെന്നാ തോന്നുന്നത്. ഞങ്ങളോട് അവനൊന്നും വിളിച്ചു പറയാറില്ല. ഇന്നലെ അങ്ങനെ ഒരു ന്യൂസ് പത്രത്തിൽ കണ്ടപ്പോ വിശ്വട്ടൻ അവനെ വിളിച്ചു ചോദിച്ചതാ. അതെ, ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരാണെന്ന് മാത്രം ചിന്തിച്ചാ മതി സാവിത്രി. അതൊക്കെ എനിക്ക് അറിയാം ഉമ്മേ. പക്ഷെ ഒരമ്മയ്ക്ക് സ്വന്തം മകളെ കുറിച്ച് ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്കറിയാവുന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ടും രാഹുലും ഇന്ദുവും ഇതുവരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചു തുടങ്ങിയിട്ടില്ല. അത് നിങ്ങൾക്കറിയോ? ഇതൊക്കെ ഇപ്പോഴത്തെ ജനറേഷന്റെ പ്രത്യേകതയാ. അല്ല, ഇന്ദുമോള് ഞങ്ങളോട് പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. ഇവള് മോളുടെ അടുത്തുനിന്ന് ചെകഞ്ഞെടുത്ത ചില രഹസ്യങ്ങളായതൊക്കെ. നിങ്ങൾ ഇതിനെ അങ്ങനെ കണ്ടാ മതി. സാവിത്രി പറഞ്ഞത് ഗൗരവമുള്ള കാര്യം തന്നെയാ സച്ചി. ഏതൊരമ്മയ്ക്കും അത് വലിയൊരു ആശങ്ക തന്നെയാ. എന്നാ ഞങ്ങൾക്കിത് ഓപ്പണായി ഞങ്ങളുടെ മോനോട് ചോദിക്കാനും പറ്റില്ല. ഏയ്, അതൊന്നും വേണ്ട. ഞങ്ങളിങ്ങനെ ഒരു കാര്യം ഇവിടെ ഒന്ന് പറഞ്ഞെന്ന് രാഹുൽ അറിഞ്ഞ ഞങ്ങളുടെ മോൾക്കാണ് അതിന്റെ മോശം. ഇന്ദുവിനത് സ്വന്തം അമ്മയോട് പറയാതെ എന്നോട് സൂചിപ്പിക്കാമായിരുന്നു. ഞാനിത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തേനെ. ഉമയോട് മനസ്സ് തുറക്കാൻ ഇന്ദു എത്ര നാൾ ഇവിടെ ഉണ്ടായിരുന്നു ഉമേ?
മെഡിക്കൽ ക്യാമ്പിന് പോകുമ്പോ രാഹുൽ അവളെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയില്ലേ? അത് ഇന്ദുവിന്റെ കൂടെ താല്പര്യത്തിന് വേണ്ടി ചെയ്തതാ. അവളിവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കണ്ടല്ലോ എന്ന് ഞങ്ങളും വിചാരിച്ചു. ഏയ് അതിലൊന്നും ഒരു കുഴപ്പമില്ല. രാഹുൽ ക്യാമ്പ് കഴിഞ്ഞ് വരുമ്പോ നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് സംസാരിക്കാമല്ലോ. ചിലപ്പോ രണ്ടുപേരെയും 2 ആഴ്ച എവിടേക്കെങ്കിലും ഒന്ന് ഹണിമൂൺ അയച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആ അതെ അതെ. പിന്നെ വല്ല കാശ്മീരിലേക്കോ സിംഗപ്പൂരിലേക്കോ ഹണിമൂൺ ആഘോഷിക്കാൻ പോയാൽ പിന്നെ ഹോസ്പിറ്റലിലെ എമർജൻസി കേസെന്നും പറഞ്ഞ് ഡോക്ടർക്ക് കോള് വരില്ലല്ലോ. ആട്ടെ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. സമയം കിട്ടുമ്പോ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ഇറങ്ങും. ആ ശരി സച്ചി, രാഹുൽ വരട്ടെ, എന്നിട്ട് ഞങ്ങള് ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങാം. ഇന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് ഒരു ചടങ്ങ് തന്നെ ആയിക്കോട്ടെ. ആ സാവിത്രിയുടെ വിഷമം പരാതിയൊക്കെ അതോടെ തീരണം. പരാതിയൊന്നും അല്ല ഉമ്മേ, ഞാൻ എന്റെ വിഷമവും വേവലാതിയും പറഞ്ഞെന്നേ ഉള്ളൂ. അതും നിങ്ങളായതുകൊണ്ട് നമുക്കെന്തും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാലോ. ആ അതെ അതെ, ആ ബന്ധം നമുക്കിടയിൽ എന്നും ഉണ്ടാകണം. അതെന്തായാലും ഉണ്ടാവും. നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. ശരി എന്നാ. ആ ശരി, കാണാം. എന്നാ ശരി. ഇറങ്ങട്ടെ. രാഹുൽ എന്നെ വിളിക്കുമ്പോ എന്താ അവന്റെ ഉദ്ദേശം നീ അവനോട് ചോദിക്കണം. അവന്റെ പോക്കൊട്ട് ശരിയല്ലോ മേ. ചെടിക്കൊന്നും വെള്ളം ഒഴിക്കാറില്ല അമ്മ? ആ ഇടയ്ക്കൊക്കെ. സുധേട്ടാ, അത് നോക്കി, ആരാ നമ്മുടെ ഉമ്മറത്ത്? ഇത് കുഞ്ഞമ്മയാണല്ലോ.